പ്ലസ് ടു അക്കൗണ്ടൻസിയിലെ സെക്കൻഡ് ചാപ്റ്ററിലുള്ള ഷുവർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. വെൽക്കം ടു എജുപോർട്ട്, ലിബാൻ സാറാണ്. സോ ഇതാണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ്, അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. ഇതാണ് നമ്മുടെ പ്ലസ് ടു അക്കൗണ്ടൻസിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്ന ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ് ഈ പറയപ്പെട്ട ചാപ്റ്റർ. അതിലെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, സാക്രിഫൈസിംഗ് റേഷ്യോ, ഗുഡ്വില്ലിൻ്റെ കാൽക്കുലേഷൻ, ഗുഡ്വില്ലിൻ്റെ ജേണൽ എൻട്രി, പിന്നെ എന്തുണ്ട് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, റീവാലുവേഷൻ അക്കൗണ്ട്, പിന്നെ ഫൈനൽ അക്കൗണ്ട്, ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ടുള്ള 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അടക്കം ലെങ്തി നിരകൾ എന്ത് ചെയ്യാനുണ്ട്, എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ നമുക്ക് ഓരോന്ന് വീതം ഡിസ്കസ് ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്താണ്? താഴെ പറയുന്നതിൽ റീകോൺസ്റ്റിറ്റ്യൂഷൻ സംഭവിക്കാത്ത അഥവാ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് സംഭവിക്കാത്ത കേസസ് ഏതെല്ലാമാണ്? ഒരു പാർട്ട്ണർ അഡ്മിറ്റ് ആകുമ്പം റീകോൺസ്റ്റിറ്റ്യൂഷൻ സംഭവിക്കും. റിട്ടയർമെൻറ്റ് കേസിലും ഡെത്തിൻ്റെ കേസിലും റീകോൺസ്റ്റിറ്റ്യൂഷൻ സംഭവിക്കും. പക്ഷേ ഡിസൊല്യൂഷൻ്റെ കേസിൽ എന്തില്ല? റീകോൺസ്റ്റിറ്റ്യൂഷൻ അല്ല, ഡിസൊല്യൂഷനാണ് സംഭവിക്കുക. അഥവാ പാർട്ട്ണർഷിപ്പിനെ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യില്ല. ഇപ്പം റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന പറഞ്ഞാൽ എന്താ? ഇപ്പം നമ്മൾ ഒരു ക്ലേ എന്ന് പറഞ്ഞാൽ എന്താ? മാവ് അല്ലെങ്കിൽ ഒരു കളിമണ്ണ് ഉണ്ടെന്ന് വിചാരിക്കാം. ആ ഒരു കളിമണ്ണിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. നമ്മളിങ്ങനെ ഷേപ്പ് ആക്കി. അപ്പോൾ ഈ ഷേപ്പ് മാറ്റി അഥവാ നമ്മളെന്ത് ചെയ്തു? അതൊന്ന് കുറച്ച് ഷേപ്പ് മാറ്റി ഇങ്ങനെ ആക്കി. കണ്ടോ? അതാണ് ഒരു ഷേപ്പിനെ മറ്റൊരു ഷേപ്പ് ആക്കുമ്പോൾ റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുക. ഇനി ഈ കളിമണ്ണ് മൊത്തത്തിൽ നമ്മൾ എന്ത് ചെയ്തു? അത് ഇല്ലാണ്ടാക്കി. അഥവാ ഇതൊന്നുമില്ല, കളിമണ്ണേ ഇല്ലാത്തൊരവസ്ഥയാക്കിയാൽ അത് ഡിസൊല്യൂഷൻ, അത് റീകോൺസ്റ്റിറ്റ്യൂഷൻ അല്ല, അതില്ലായ്മ, ഡിസൊല്യൂഷനാണ് സംഭവിക്കുന്നത്. നെക്സ്റ്റ്, ചേഞ്ച് ഇൻ അഗ്രിമെൻറ്റ് അഥവാ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പാർട്ട്നേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് അഥവാ അഗ്രിമെൻറ്റ് ചേഞ്ച് വന്നാൽ അതിനെന്താ പറയുക? അതിന് റീകൺസ്ട്രക്ഷൻ ആണോ? അല്ല, റീകോൺസ്റ്റിറ്റ്യൂഷൻ ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. നെക്സ്റ്റ്, പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ സാക്രിഫൈസിംഗ് റേഷ്യോ എന്തായിരിക്കും? സാക്രിഫൈസിംഗ് റേഷ്യോ വിൽ ബി ഓൾഡ് റേഷ്യോ. അപ്പോൾ ചിലപ്പം ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും? നമുക്ക് സാക്രിഫൈസിംഗ് റേഷ്യോ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല, ന്യൂ റേഷ്യോയും തരില്ല, വെറും ഓൾഡ് റേഷ്യോ മാത്രം തരിക. അങ്ങനെയാണെങ്കിൽ അതിനർത്ഥം എന്താ? സാക്രിഫൈസിംഗ് റേഷ്യോ എന്നുള്ളത് ഓൾഡ് റേഷ്യോ തന്നെയാണെന്നാണ്. നെക്സ്റ്റ്, ദ പ്രോഫിറ്റ് ഓർ ലോസ് അറൈസിങ് ഫ്രം റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി. നമ്മൾ അസറ്റ്സും ലയബിലിറ്റീസും റീവാല്യൂ ചെയ്ത് റീഅസസ് ചെയ്ത് ഒന്നെങ്കിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഉണ്ടാകും. അല്ലേ? റീവാലുവേഷനെ കൊണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ലോസോ അല്ലെങ്കിൽ പ്രോഫിറ്റോ ഉണ്ടാകും. സോ അത് പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും ഏത് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക? ഓൾഡ് പാർട്ട്നേഴ്സ് അക്കൗണ്ടിലേക്കാണ്. ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ അത് ശ്രദ്ധിക്കണം. എപ്പോഴും ഈ ഒരു മിസ്റ്റേക്ക് വരാൻ സാധ്യത എന്താ വെച്ചാൽ ഓൾഡ് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മാറിപ്പോകും. അത് വരരുത്. എന്താണ്? ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. എമൗണ്ട് ഓഫ് ഗുഡ് വിൽ ബ്രോട്ട് ഇൻ ബൈ ന്യൂ പാർട്ട്ണർ. പുതുതായിട്ട് ബിസിനസ്സിലേക്ക് പുതുതായിട്ട് വരുന്ന പാർട്ട്ണർ ഗുഡ് വിൽ കൊണ്ടുവരും. അല്ലേ? പുതുതായി അഡ്മിറ്റ് ചെയ്യുന്ന പാർട്ട്ണർ എന്ത് ചെയ്യും? ഗുഡ് വിൽ കൊണ്ടുവരും. പുള്ളിക്കാരൻ കൊണ്ടുവരുന്ന ഗുഡ് വില് ഓൾഡ് പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ സാക്രിഫൈസ് ചെയ്യുന്ന പാർട്ട്നേഴ്സ് ഏത് റേഷ്യോയിലാണ് ഈ ഒരു ഗുഡ് വിൽ ഷെയർ ചെയ്തെടുക്കേണ്ടത്? ഫോർ എക്സാമ്പിൾ, ഞാൻ ബിസിനസ്സിലേക്ക് വരുമ്പം അവിടെ 2 പേരുണ്ട്. അപ്പോൾ ഞാനൊരു 50,000 ഗുഡ് വില്ലും 1,00,000 ക്യാപിറ്റലും കൊണ്ടുവന്നു. ഈ ഗുഡ് വില് അവർക്കുള്ളതാണ്, അവർക്ക് അവകാശപ്പെട്ടതാണ്. ക്യാപിറ്റൽ മൊത്തത്തിൽ ബിസിനസ്സിലേക്കുള്ളതാണ്. ഈ ഗുഡ് വില് പാർട്ട്നേഴ്സിന് അവകാശപ്പെട്ടതാണ്. അവർ ഏത് റേഷ്യോയിലാണ് ഈ ഗുഡ് വിൽ എടുക്കുക? അവരേത് റേഷ്യോയിലാണ്? അവർക്ക് എങ്ങനെയാണോ അവരുടെ ഷെയർ സാക്രിഫൈസ്ഡ് ആവുന്നത്, അവർ എത്ര ഷെയറാണ് എനിക്ക് തരുന്നത്, ആ റേഷ്യോയിലാണ്, ആ സാക്രിഫൈസിങ് റേഷ്യോയിലാണ് അവർ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഗുഡ് വില് വീതിച്ചെടുക്കുന്നത്. The firm has an average profit of 50,000. ഒരു ഫേമിന് 50,000 പ്രോഫിറ്റ് ഉണ്ട്. ദ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് NRR എന്താണ്? 10% ആണ്. ഫേമിൻ്റെ അസറ്റ്, ടാഞ്ചിബിൾ അസറ്റ്, അതാ ഫേം ഹാസ് എ നെറ്റ് ടാഞ്ചിബിൾ അസറ്റ് അഥവാ നെറ്റ് ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അസറ്റ് മൈനസ് ലയബിലിറ്റീസ് എത്രയാണ്? 3 ലക്ഷമാണ്. കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ഗുഡ് വിൽ യൂസിങ് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. ക്യാപിറ്റലൈസേഷൻ മെത്തേഡിൽ എന്ത് ചെയ്യണം? ഗുഡ് വിൽ കാണണം. എങ്ങനെ ക്യാപിറ്റലൈസേഷൻ മെത്തേഡിൽ ഗുഡ് വിൽ കാണാം? ക്യാപിറ്റലൈസേഷൻ മെത്തേഡിൽ ഗുഡ് വിൽ കാണാൻ എങ്ങനെ? ഫസ്റ്റ് ആവറേജ് പ്രോഫിറ്റിനെ എന്ത് ചെയ്യണം? ക്യാപിറ്റലൈസ് ചെയ്യണം. സോ ഫസ്റ്റ് വൺ എന്താ? ക്യാപിറ്റലൈസ് ആവറേജ് പ്രോഫിറ്റ്. അതെങ്ങനെ? ആവറേജ് പ്രോഫിറ്റ് എത്രയാണ്? 50,000 അല്ലേ? സോ 50,000. ഇനി ക്യാപിറ്റലൈസ് ചെയ്യൽ എങ്ങനെ? ഇതിനെ നോർമൽ റേറ്റ് 10%, 10% കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതെങ്ങനെ ഡിവൈഡ് ചെയ്യാം? ഇൻറ്റു 100/10. കണ്ടോ? അതാണ് ഡിവൈഡ്. അഥവാ റേറ്റിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എന്താ? ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്യണം. 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ റേറ്റിനെ അടിയിൽ വെക്കുക. ഈക്വൽ ടു 5 lakh. 5 ലക്ഷമാണ് എന്ത്? നമ്മുടെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് പ്രോഫിറ്റ്. ആവറേജ് പ്രോഫിറ്റിൻ്റെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ എത്ര? 5 ലക്ഷം. ഇനി അടുത്ത എന്താണ്? ഗുഡ് വിൽ ഈക്വൽ ടു ക്യാപിറ്റലൈസ്ഡ് വാല്യൂ അഥവാ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ മൈനസ് നെറ്റ് അസറ്റ്. എന്താണ്? ഗുഡ് വിൽ ഈക്വൽ ടു ക്യാപിറ്റലൈസ്ഡ് വാല്യൂ മൈനസ് നെറ്റ് അസറ്റ് അഥവാ 5 ലക്ഷം മൈനസ് എത്രയാണ്? 5 ലക്ഷം മൈനസ് 3 ലക്ഷം എത്ര കിട്ടും? ഈക്വൽ ടു 2 ലക്ഷം. സെറ്റല്ലേ? ഇത്രയും സിമ്പിളാണ്. ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ആണ് 1, 2
സ്റ്റെപ്പ്. രണ്ട് സ്റ്റെപ്പേ നമുക്കുള്ളൂ. ചില ക്വസ്റ്റ്യനിൽ ആവറേജ് പ്രോഫിറ്റ് തരില്ല, ചിലപ്പോൾ എന്ത് അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഇനി ഇതേ ക്വസ്റ്റ്യൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, സൂപ്പർ പ്രോഫിറ്റ് കാണാം. എങ്ങനെ സൂപ്പർ പ്രോഫിറ്റ് കാണാം? സൂപ്പർ പ്രോഫിറ്റ് വളരെ സിമ്പിളാണ്. സൂപ്പർ പ്രോഫിറ്റ് എങ്ങനെ കാണാം? ഫസ്റ്റ് എ പി തന്നിട്ടുണ്ട്. ആവറേജ് പ്രോഫിറ്റ് എത്രയാണ്? 50,000. ഇനി നോർമൽ പ്രോഫിറ്റ് എങ്ങനെ? നോർമൽ പ്രോഫിറ്റ് കാണാൻ എങ്ങനെ? നോർമൽ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു നെറ്റ് അസറ്റ് ഇൻറ്റു റേറ്റ് ഓഫ് റിട്ടേൺ അല്ലേ? നെറ്റ് അസറ്റ് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ എത്രയാണ്? 3 ലക്ഷം ഇൻറ്റു 10% ഈസ് ഈക്വൽ ടു 20,000. എത്രയാണ്? 20,000. മാറിപ്പോയി. 30,000. എത്രയാണ്? 30,000 ആണ് എന്ത്? നോർമൽ പ്രോഫിറ്റ്. അപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് എങ്ങനെ? സൂപ്പർ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു 50,000 മൈനസ് 30,000 ഈസ് ഈക്വൽ ടു 20,000. എന്താണ്? 20,000 എന്ത്? നമ്മുടെ എന്ത് മക്കളെ? 20,000 നമ്മുടെ സൂപ്പർ പ്രോഫിറ്റ്. ഈ സൂപ്പർ പ്രോഫിറ്റിനെ ക്യാപിറ്റൽ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും? എന്താ പറയുക, പർച്ചേസിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. സോ അവിടെ പർച്ചേസർ ഒന്നും തന്നിട്ടില്ല, അതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ഈ ഒരു എമൗണ്ടാണ് എന്ത്? നമ്മുടെ ഗുഡ്വിൽ. ഏത് മെത്തേഡിൽ? സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ. ഇതേത് മെത്തേഡാണ്? ഇത് ക്യാപിറ്റലൈസേഷൻ മെത്തേഡാണ്. സോ ഓരോ മെത്തേഡും ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൻസേഴ്സാണ് കിട്ടുക. സെറ്റല്ലേ? ഓക്കെ, ഇനി എന്താ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻ ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. X and Y are partners sharing profits and loss in the ratio 2:1. 2:1 ആണ് ഇവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. Z എന്ന് പറഞ്ഞ പാർട്ട്ണറെ 1/4 ഷെയർ. എന്താണ്? A fourth എന്ന് പറഞ്ഞാൽ എന്താ? 1/4 എന്നാണ് അർത്ഥം. സോ കാൽക്കുലേറ്റ് ന്യൂ റേഷ്യോ ആൻഡ് സാക്രിഫൈസിങ് റേഷ്യോ. ന്യൂ റേഷ്യോയും സാക്രിഫൈസിങ് റേഷ്യോയും കാണണം. സോ അൺലെസ് അതർവൈസ് ടോൾഡ്, പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ സാക്രിഫൈസിങ് റേഷ്യോ ഈസ് ഈക്വൽ ടു ഓൾഡ് റേഷ്യോ. എന്താണ്? ഓൾഡ് റേഷ്യോ. സോ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. അപ്പം 2:1 തന്നെ എന്താണ്? സാക്രിഫൈസിങ് റേഷ്യോ. സോ നമുക്ക് നോക്കാം ന്യൂ റേഷ്യോ എങ്ങനെ കാണാം. ന്യൂ റേഷ്യോ കാണാൻ എങ്ങനെ? 1/, നമ്മുടെ പുതിയ പാർട്ണർ സെഡിൻ്റെ ഷെയർ എത്രയാണ്? 1/4 ആണല്ലേ? സെഡിൻ്റെ ഷെയർ 1/4 ആണ്. സോ ബാലൻസ് ഷെയർ, ബാലൻസ് അത് 1/4 സെഡിന് കൊടുത്ത ബാക്കി എത്തുണ്ടാവും. 1 - 1/4 ഈസ് ഈക്വൽ ടു 1 - 1/4 ഈസ് ഈക്വൽ ടു 4/4 മൈനസ് 1/4 ഈസ് ഈക്വൽ ടു 3/4. അതെന്താ? 1നെ 1/1, അതിനെ 4/4 ആക്കാം. 4/4 മൈനസ് 1/4 ഈസ് ഈക്വൽ ടു 3/4. ഈ 3/4 ആണ് എക്സും വൈയും ഏറ്റെടുക്കേണ്ടത്. സോ എക്സിൻ്റെ ന്യൂ ഷെയർ എങ്ങനെ? ന്യൂ ഷെയർ ഓഫ് എക്സ് വൈ. സോ 3/4ഉം 3/4 രണ്ടുപേർക്കും 3/4 ആണ്. ആ 3/4ൻ്റെ രണ്ടുപേരും ഷെയർ എങ്ങനെ? 2:1 അല്ലേ? 2:1 എന്ന് പറയുമ്പം ഇൻറ്റു 2/3 ഇൻറ്റു 1/3. അതെങ്ങനെ? 2/3, 2 + 1 3. 3 ഷെയർ ഉണ്ട്. 3 ഷെയറിൽ 2 എക്സിനും 1 വൈക്കും ഈസ് ഈക്വൽ ടു 6/12 ഈസ് ഈക്വൽ ടു 3/12. അപ്പോൾ നമുക്ക് ഈ 1/4 ഉണ്ടല്ലോ, ഈ 1/4 എന്ത് ചെയ്യണം? നമുക്ക് ഈ 12, ഇവിടെ രണ്ടും 12 അല്ലേ? രണ്ടിൻ്റെ ഡിനോമിനേറ്റർ 12 ആണ്. അപ്പോൾ ഇതിനെ 12 ആക്കൽ എങ്ങനെ? ഇൻറ്റു 3/3 ഈസ് ഈക്വൽ ടു കണ്ടോ 1 × 3 3, 4 × 3 12. അപ്പോൾ 3/12. അപ്പോൾ എന്താ വരിക? 6/12 ഈസ് ടു 3/12 വേണം. 6/12 3/12 രണ്ടും ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഈസ് ടു 3/12. ഈ 3 12നും കട്ട് ചെയ്യുക. 6:3:3 അഥവാ 2:1:1. എന്താണ് 2:1:1 എന്ന് പറഞ്ഞാൽ എന്താ? 6/3 2, 3/3 1, 3/3 1. രണ്ടും വേണ്ട. 2:2:1, 2:1:1. കണ്ടോ ഇവിടെ ഓൾഡ് റേഷ്യോയും 2:1 ആണ്. സോറി, ന്യൂ റേഷ്യോ 2:1 ആണ്, ഓൾഡ് റേഷ്യോ 2:1 ആണ്. അപ്പോൾ സാക്രിഫൈസിങ് റേഷ്യോ എന്തായിരിക്കും? രണ്ടും 2:1 തന്നെയാണ്. ഓക്കെ, സെറ്റല്ലേ? സെറ്റായിട്ട് മനസ്സിലായില്ലേ? ഡൺ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ് ഇത്? ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ഇതാണ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ളത്. ഞാനത് ഒരു ലൈനായിക്കോട്ട് തന്നിട്ടുണ്ട്. നെക്സ്റ്റ്, അൻസ ആൻഡ് വത്സ, നല്ല പേര്. അൻസ ആൻഡ് വത്സ ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസ് ഇൻ ദ റേഷ്യോ 3:2. 3:2 ഇവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഉള്ളത് കേട്ടോ. സോ ദേ അഡ്മിറ്റ് സോന ഇൻ ടു പാർട്ട്ണർഷിപ്പ്. അവരെന്ത് ചെയ്തു? സോന എന്ന് പറഞ്ഞൊരു പാർട്ട്ണറെ പുതുതായിട്ട് ബിസിനസ്സിലേക്ക് അഡ്മിറ്റ് ചെയ്തു. 4A6 എന്ന് പറയുമ്പോൾ എന്താ? 1/6 ഷെയറാണ് അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത്. വിച്ച് ഹി ബ്രിങ്സ്, അതിനെന്ത് ചെയ്യണം? 35,000 രൂപ ക്യാപിറ്റലായിട്ടും 20,000 ഗുഡ് വില്ലായിട്ടും കൊണ്ടുവരണം. 35,000 ക്യാപിറ്റൽ, 20,000 ഗുഡ് വില്ലായിട്ടും കൊണ്ടുവരണം. പാസ്റ്റ് ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് ഫേം. എന്ത് ചെയ്യണം? നമ്മൾ ബുക്സ് ഓഫ് ഫേമിൽ എന്ത് ചെയ്യണം? ജേണൽ എൻട്രി പാസ് ചെയ്യണം. സോ അൺലെസ് അതർവൈസ് മെൻഷൻ, പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ ഓൾഡ് റേഷ്യോ തന്നെയാണ് എന്ത്? നമ്മുടെ സാക്രിഫൈസിങ് റേഷ്യോ അഥവാ 3:2 ആണ്. ഇവിടെ 3:2. ഇവിടെ ന്യൂ റേഷ്യോ തന്നിട്ടില്ല. ന്യൂ റേഷ്യോ തന്നിട്ടുണ്ടെങ്കിൽ ന്യൂ റേഷ്യോ ഒന്നും ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഇന്ന ഒരാൾ ഇത്ര ഷെയർ കൊടുത്തു, ബി ഇത്ര ഷെയർ കൊടുത്തു, സി ഇത്ര ഷെയർ കൊടുത്തു, അങ്ങനെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ന്യൂ റേഷ്യോയും സാക്രിഫൈസിങ് റേഷ്യോ കാണേണ്ടത്. ഇവിടെ അതിനൊന്നും ആവശ്യമില്ല. കാരണം ജസ്റ്റ് പുതിയ പാർട്ട്ണറെ ഷെയർ മാത്രമേ തന്നിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഓൾഡ് റേഷ്യോ തന്നെയാണ് എന്ത്?
സാക്രിഫൈസിങ് റേഷ്യോവും കേട്ടോ. സോ ജേർണൽ എങ്ങനെ എഴുതുക? സിമ്പിളാണ്. ഈ ഒരു ക്യാഷും ക്യാപിറ്റലും കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യണം? എന്തിനെ ഡെബിറ്റ് ചെയ്യണം? ക്യാഷിനെ ഡെബിറ്റ് ചെയ്യണം. സോ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് എത്രയുണ്ട്? 35,000 20,000 ഉണ്ട്. സോ ഫസ്റ്റ് 35,000 ക്യാഷ് ടു ക്യാപിറ്റൽ, സോനൻ്റെ ക്യാപിറ്റലിലേക്ക് 35,000 കൊണ്ടുവരും. ഇനി 20,000 ഗുഡ് വില്ലേക്ക് കൊണ്ടുവന്നില്ലേ? സോ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു പ്രീമിയം അല്ലെങ്കിൽ ടു ഗുഡ് വിൽ അക്കൗണ്ട് 20,000. നമുക്ക് പ്രീമിയം കൊടുക്കാം, ഗുഡ് വിൽ ഏതും കൊടുക്കാം. സോ ക്യാഷും കൊണ്ടുവന്നു, ക്യാപിറ്റലും കൊണ്ടുവന്നു. ഇനി എന്ത് ചെയ്യണം? ഈ കൊണ്ടുവന്ന 20,000 ഗുഡ് വിൽ എന്ത് ചെയ്യണം? നമ്മുടെ അസ്നക്കും അൻസക്കും വത്സക്കും കൊടുക്കണം. ഏത് റേഷ്യോയിൽ? അവരെ റേഷ്യോ 3:2 അല്ലേ? 20,000 ഇൻറ്റു 3/5 ഇൻറ്റു 2/5 എത്ര വരുവാടാ? 12,000 8,000 വരും. സോ 12,000 അൻസക്കും 8,000 വത്സക്കും. സോ പ്രീമിയം അക്കൗണ്ട് ഡെബിറ്റ് അല്ലെങ്കിൽ ഗുഡ് വിൽ പ്രീമിയം അക്കൗണ്ട് ഡെബിറ്റ് ടു അൻസ 12,000 ടു വത്സ ടു 8,000. കണ്ടില്ലേ? ഗുഡ് വിൽ കൊണ്ടുവരുന്നു, അതെന്ത് ചെയ്യുന്നു? ഷെയർ ചെയ്യുന്നു. ഇനി അഥവാ ഈ ഗുഡ് വിൽ ഇവർ വിഡ്രോ ചെയ്തു എന്നാണ് ക്വസ്റ്റ്യൻ ഉണ്ട് വിചാരിക്കുക. അഥവാ ഈ പറയപ്പെട്ട ഗുഡ് വിൽ ഒരു വിഡ്രോ ചെയ്തെങ്കിൽ ഒരു അഡീഷണൽ എൻട്രി കൂടി വരും. എന്താണ്? അൻസ CPL അക്കൗണ്ട് ഡെബിറ്റ്, വത്സ CPL അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ്. എത്രയാണ് മൊത്തം? 20,000 അല്ലേ? 20,000 12,000 8,000 ഇത്രയേ ഉള്ളൂ. ഒരു എക്സ്ട്രാ എൻട്രി വരും, അത്ര മതി. ക്വസ്റ്റ്യൻ പ്രത്യേകം പറയുന്നുണ്ടെങ്കിൽ അഥവാ ഈ കൊണ്ടുവന്ന ഗുഡ് വിൽ ഇവർ തന്നെ ക്യാഷ് ആയിട്ട് വിഡ്രോ ചെയ്തു എന്ന് പ്രത്യേകം ക്വസ്റ്റ്യനിൽ പറയണം. അങ്ങനെ പ്രത്യേകം പറയുന്നെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി? ഈ പറയപ്പെട്ടൊരു എൻട്രി ചെയ്താൽ മതി. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഫൈനൽ അക്കൗണ്ട്സിൻ്റെ വലിയൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാല്ലേ? സോ നോക്കാം എന്താണ് ക്വസ്റ്റ്യൻ. ഓക്കെ, എഡ്വിൻ ആൻഡ് ഏബൽ. എഡ്വിനും ഏബലും പാർട്ട്നേഴ്സാണ്. ഷെയറിങ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസ് ഇൻ ദ റേഷ്യോ 4:3. 4:3 ഇവരെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കേട്ടോ. അവരുടെ ബാലൻസ് ഷീറ്റ് 2023 ഇതെന്താ 2023 2023 30 ജൂണിന് അവരുടെ ബാലൻസ് ഷീറ്റ് താഴെ പറയുന്നതാണ്. അപ്പോൾ ഈ ബാലൻസ് ഷീറ്റ് ഡേറ്റിലാണ് ആര് വന്നിട്ടുള്ളത്? നമ്മുടെ പുതിയ പാർട്ട്ണറായിട്ടുള്ള പുതിയ പാർട്ട്ണർ വന്നില്ലല്ലേ? സോ 30 ജൂൺ 2023 ഇതാണ് ഇവരുടെ ബാലൻസ് ഷീറ്റ് ഉള്ളത്. സോ ക്യാഷ് ഉണ്ട്, ക്യാഷ് അറ്റ് ബാങ്ക് ഉണ്ട്, ഡെപ്റ്റേഴ്സ്, സ്റ്റോക്ക്, ഫർണിച്ചേഴ്സ് ഉണ്ട് കേട്ടോ. പിന്നെ ഡെപ്റ്റേഴ്സ് ക്രെഡിറ്റർ ഉണ്ട്. ക്യാപിറ്റൽ എഡ്വിന് 35, ഏബിളിന് 25. ടോട്ടൽ എത്ര വരുന്നുണ്ട്? 97,000 അസറ്റും 97,000 ലയബിലിറ്റീസും ആണ്. ഇത് ജസ്റ്റ് നോട്ട് ചെയ്ത് പോകണം കേട്ടോ. ഇനി ജെറി എന്ന് പറഞ്ഞ പുതിയ പാർട്ട്ണർ ആ ഡേറ്റിൽ ഏത്? ജൂൺ 30 അഡ്മിറ്റ് ചെയ്തു കേട്ടോ. ജൂൺ 30 ജെറിനെ അഡ്മിറ്റ് ചെയ്തു. ഫോർ 2/7 ഷെയർ, 2/7 ഷെയറിനാണ് വരുന്നുള്ളത് ജെറിനെ അഡ്മിറ്റ് ചെയ്തുള്ളത്. ഫ്രം ദ ഫോളോയിങ് ആർ ദ ടേംസ് ആൻഡ് കണ്ടീഷൻ. താഴെ പറയുന്നതാണ് ടേംസ് ആൻഡ് കണ്ടീഷൻ കേട്ടോ. അപ്പോൾ 2/7 ആണ് ഷെയർ ഉള്ളത്. അപ്പം ശ്രദ്ധിക്കണം, 2/7 എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ കാണണം? ഇവിടെ ഗുഡ് വില്ലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കണം. ജെറിൻ ഷുഡ് ബ്രിങ് 40,000 ആസ് ഇസ് ക്യാപിറ്റൽ. ജെറി 40,000 ക്യാപിറ്റലായിട്ട് കൊണ്ടുവരിക. ആൻഡ് ഷെയർ ഓഫ് ഗുഡ് വിൽ ഉണ്ടോ? ഷെയർ ഓഫ് ഗുഡ് വിൽ എന്ന് പറയുള്ളൂ. അഥവാ എത്രയാണ് ഷെയർ ഓഫ് ഗുഡ് വിൽ തന്നിട്ടില്ല. ഇനി എന്താ? ദ വാല്യൂ ഓഫ് ഗുഡ് വിൽ ഓഫ് ദ ഫേം ഉണ്ടോ? ഫേമിൻ്റെ ഗുഡ് വിൽ. വാല്യൂ ഓഫ് ദ ഗുഡ് വിൽ ടു ബി ബ്രോട്ട് ബൈ ജെറിൻ അല്ല, ജെറിൻ കൊണ്ടുവരേണ്ട ഗുഡ് വിൽ അല്ല, ഫേമിൻ്റെ ഗുഡ് വിൽ എത്രയാണ്? 35,000 ആണ്. 35,000 ഫേമിൻ്റെ ഗുഡ് വിൽ. അപ്പോൾ ജെറിൻ്റെ ഗുഡ് വിൽ എത്രയാണ്? ജെറിൻ്റെ ഗുഡ് വിൽ എന്താ? ഈ ഫേമിൻ്റെ ഗുഡ് വില്ലിൻ്റെ അവൻ്റെ ഷെയർ എത്ര? 2/7. അത് എത്ര വരുവാടാ? 10,000. എത്ര വരും? 10,000. മനസ്സിലായോ? 10,000 ജെറിൻ കൊണ്ടുവരേണ്ട ഗുഡ് വിൽ. ഫേമിൻ്റെ മൊത്തം ഗുഡ് വില്ലാണ് 35,000. സോ അത് ശ്രദ്ധിക്കണം. ചില ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് ജെറിൻ്റെ ഗുഡ് വിൽ തരിക, ചില ക്വസ്റ്റ്യൻ അങ്ങനെ തരൂല. നമ്മൾ എന്ത് ചെയ്യണം? ഇതേപോലെ മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടെത്തേണ്ടി വരും കേട്ടോ. ദ എമൗണ്ട് ഓഫ് ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ് ഷുഡ് ബി റിട്ടേൺ ഡൗൺ ബൈ 5,000. ഫർണിച്ചറും ഫിറ്റിംഗ്സും 20,000, അതിൽ 5,000 കുറയ്ക്കണം. അപ്പോൾ 15,000 ആയിട്ട് മാറും കേട്ടോ. ദ ഫുൾ എമൗണ്ട് ഓഫ് ഗുഡ് വിൽ ഷുഡ് ബി വിഡ്രോൺ ബൈ ഓൾഡ് പാർട്ട്ണർ. അഥവാ ഈ കൊണ്ടുവരുന്ന ഗുഡ് വിൽ മൊത്തം എന്ത് ചെയ്യും? ഓൾഡ് പാർട്ട്നേഴ്സ് വിഡ്രോ ചെയ്യും. ക്രെഡിറ്റേഴ്സ് ഷുഡ് ബി റെഡ്യൂസ്ഡ് ബൈ 22,000. ക്രെഡിറ്റേഴ്സിന് 2,000 കുറയ്ക്കണം. അപ്പം ഇതും ഫർണിച്ചറും അതേപോലെ ക്രെഡിറ്ററും ഇത് രണ്ടും മാത്രമേ റീവാലുവേഷൻ ഉള്ളൂ. വേറെ ഐറ്റംസുകളൊന്നുമില്ല. ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഷുഡ് ബി 3:2:2. ഓൾഡ് റേഷ്യോ എന്താ? ഓൾഡ് റേഷ്യോ 4:3 ആണ്. ന്യൂ റേഷ്യോ എന്താണ്? 3:2:2. അപ്പോൾ എന്തുണ്ട്? നമ്മൾ സാക്രിഫൈസിങ് റേഷ്യോ കാണണം അവിടെ. കാരണം അൺലെസ് അതർവൈസ് ടോൾഡ് അല്ല, ഇവിടെ രണ്ടും വേണ്ട. ന്യൂ റേഷ്യോ ഓൾഡ് റേഷ്യോ ഡിഫറൻ്റ് ആയി തന്നിട്ടുണ്ട് കണ്ടോ. ഇവിടെ 3:2 ആണ്, ഇവിടെ 4:3 ആണ്. ഇവിടെ 2:3 ആണ് ഇവിടുത്തെ ഷെയർ എന്ന് വിചാരിക്കാം. 2:3. ഇവിടെ 2:2 മാറിപ്പോയിട്ടോ, സോറി. ഇവിടെ 3:2 ആണെന്ന് വിചാരിക്കാം. അഥവാ ഓൾഡ് റേഷ്യോ 3:2, ന്യൂ റേഷ്യോ 3:2:2 ആണെങ്കിൽ എന്തില്ല?
ഓൾഡ് റേഷ്യോയും സാക്രിഫൈസിങ് റേഷ്യോയും സെയിം തന്നെയാണ്, മാറ്റം ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ ഡിഫറൻ്റ് അല്ലേ, 3:2:2 ഇവിടെ 4:3 4:3യും 3:2 നമ്മൾ വ്യത്യാസം ഉണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, സാക്രിഫൈസിങ് റേഷ്യോ ഒക്കെ കാണണം. പാസ് ദ നെസസറി അക്കൗണ്ട്സ് ആൻഡ് ബാലൻസ് ഷീറ്റ്. അപ്പം ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. അതുപോലെ തന്നെ നെസസറി അക്കൗണ്ട്സ് എന്തൊക്കെയാണ്, നമ്മുടെ റീവാലുവേഷൻ അക്കൗണ്ടും അതുപോലെ ക്യാപിറ്റൽ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യണം ഓൺ അഡ്മിഷൻ ഓഫ് ജെറിനെ അഡ്മിറ്റ് ചെയ്തപ്പോൾ. സോ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് എന്ത് പ്രിപ്പയർ ചെയ്യണം, നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം, നമ്മുടെ ന്യൂ റേഷ്യോ വെച്ചിട്ടുള്ള സാക്രിഫൈസിങ് റേഷ്യോ കാണാം അല്ലേ. സോ ജെറിൻ്റെ ഷെയർ ഓഫ് ഗുഡ് വിൽ 2/5 ഇത് നമ്മൾ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് സാക്രിഫൈസിങ് റേഷ്യോ കാണാം. സാക്രിഫൈസിങ് റേഷ്യോ എങ്ങനെ കാണാം, ഓൾഡ് റേഷ്യോ അല്ലെങ്കിൽ ഓൾഡ് ഷെയർ മൈനസ് ന്യൂ ഷെയർ. അപ്പോൾ ഓൾഡ് ഷെയർ എന്താ 4:3 അല്ലേ, അപ്പം 4/7 3/7 അല്ലേ, 4/7 3/7 ആണ്. സോ എഡിൻ്റെ സാക്രിഫൈസ് എത്ര, എഡിൻ്റെ സാക്രിഫൈസിങ് റേഷ്യോ കാണാം അല്ലേ, 4/7 ആണ് എഡിൻ്റെ ഓൾഡ് റേഷ്യോ. സോ 4/7. എഡിൻ്റെ ന്യൂ റേഷ്യോ എന്താണ്, കണ്ടിട്ട് ക്വസ്റ്റ്യൻ തന്നിട്ട് എന്താണ്, 3:2:2 ആണ് അല്ലേ, 3:2:2. അപ്പം 3/7 2/7 ആണ്. സോ 4/7 ഓൾഡ് റേഷ്യോ, 3/7 ന്യൂ റേഷ്യോ. സോ 4/7 മൈനസ് 3/7 ഈസ് ഈക്വൽ ടു 1/7. ഇനി നമ്മുടെ രണ്ടാമത്തെ ആളാരാണ്, ഏബിൾക്ക് 3/7 അല്ലേ. സോ 3/7 ഓൾഡ് റേഷ്യോ, ന്യൂ റേഷ്യോ എന്താണ് 2/7. സോ 3/7 മൈനസ് 2/7 ഈസ് ഈക്വൽ ടു 1/7. അഥവാ 1/7:1/7 1:1 ഈക്വൽ ആയിട്ടാണ് ഇവർ റേഷ്യോ ഷെയർ സാക്രിഫൈസ് ചെയ്യുന്നത്. സോ ഈക്വൽ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഗുഡ് വിൽ നമ്മൾ വീതിച്ചു കൊടുക്കേണ്ടത്. സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് നമ്മൾ എന്ത് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. സോ റീവാലുവേഷൻ അക്കൗണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്ത് നോക്കാം. റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് amount particulars amount ഇത് ക്രെഡിറ്റ് ഓക്കെ അല്ലേ, സി അല്ലേ. നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താ, ആകെ 2 ഐറ്റംസ് അല്ലേ. ഫർണിച്ചറിൻ്റെ വാല്യൂ 5000 എന്ത് ചെയ്തു, റിട്ടേൺ ഡൗൺ അല്ലേ, ഫർണിച്ചറിൻ്റെ വാല്യൂ കുറയ്ക്കണം. സോ ഷുഡ് ബി റിട്ടേൺ ഡൗൺ. സോ കുറയ്ക്കുമ്പോൾ നമുക്ക് എന്താണ്, നഷ്ടമല്ലേ, നഷ്ടം ഉണ്ടാകുമ്പോൾ ഡെബിറ്റ് സൈഡിൽ എഴുതണം. സോ ഫർണിച്ചർ 5000. ഇനി എന്തുണ്ട്, ക്രെഡിറ്റർ ഉണ്ട്. ക്രെഡിറ്റർ എന്താ, ഇത് ദ ഫുൾ എമൗണ്ട് ഓഫ് ഗുഡ് വിൽ അല്ല, ക്രെഡിറ്റർ ഷുഡ് ബി റെഡ്യൂസ്ഡ്. ക്രെഡിറ്റർ കുറയ്ക്കുമ്പോൾ ലാഭമല്ലേ, നമുക്ക് തരാനുള്ള പൈസ കൊടുക്കാനുള്ള പൈസ കൊടുക്കണ്ടെന്ന് പറയുമ്പോൾ 2000 പ്രോഫിറ്റ് ആവും. സോ ടു ക്രെഡിറ്റർ എത്രയാണ് 2000. അപ്പം എന്താ 2000 ലാഭം 5000 നഷ്ടം. അപ്പം നഷ്ടമല്ലേ കൂടുതൽ, 3000 നഷ്ടമാണ് കൂടുതലുള്ളത്. സോ ടു ക്യാപിറ്റൽ അക്കൗണ്ട് ആരൊക്കെ, എഡ്വിൻ ഏബൽ രണ്ടുപേരും ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് എന്തെങ്കിലും കൊടുക്കണം. എന്ത് 3000 ഏത് റേഷ്യോയിൽ, ഓൾഡ് റേഷ്യോ 4:3. 4:3 എന്ന് പറയുമ്പം 3000 × 4/7 × 3/7 അല്ലേ, 12 വരുന്നത്. അഡ്വാൻസ് ക്യാപിറ്റൽ 1714 1286 1714 1286 ടോട്ടൽ തരും 5000. രണ്ട് സൈഡും ഈക്വൽ ആക്കി. ഇനി എന്ത് ചെയ്യണം, ഇനിയാണ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം, കാരണം 3 ആൾക്കാരെ ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യാനുണ്ട് അല്ലേ. എഡ്വിൻ ഏബൽ ജെറിൻ ഓക്കെ, എഡ്വിൻ ഏബൽ ജെറിൻ ഇത് ഡെബിറ്റ് സൈഡ്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇത് ക്രെഡിറ്റ് സൈഡ്. ഫസ്റ്റ് എന്താ ചെയ്യണത്, ഫസ്റ്റ് ഇത് പർട്ടിക്കുലേഴ്സ് ചെയ്തണ്ടേ, പർട്ടിക്കുലേഴ്സ് ഫസ്റ്റ് ബൈ ബാലൻസ് അല്ലേ. ബാലൻസ് എത്ര ഉണ്ട്, ബൈ ബാലൻസ് നമ്മുടെ ബാലൻസ് ഷീറ്റിലുള്ള ബാലൻസ് എടുക്കാം. ഇവിടെ ബാലൻസ് ഷീറ്റിലുള്ള ബാലൻസ് ഷീറ്റിൽ 35,000 എഡ്വിനും ഏബലിന് 25,000 ആണ്. സോ എഡിന് 35,000 ഏബലിന് 25,000. സോ 2 ഐറ്റം ചെയ്തു കേട്ടോ. ഇനി എന്താ ഉള്ളത്, പുതിയ പാർട്ട്ണർ എത്ര കൊണ്ടുവന്നത് 35,000 അല്ല 40,000 ആണ് ക്യാപിറ്റൽ കൊണ്ടുവന്നുള്ളത്. സോ ബൈ ക്യാഷ് ആയിട്ട് എത്ര 40,000 പുതിയ പാർട്ട്ണർ കൊണ്ടുവന്നു. ബൈ ഗുഡ് വിൽ, ഈ ഗുഡ് വിൽ ഉണ്ട് അല്ലേ, ഗുഡ് വിൽ എന്താ പറഞ്ഞത്, ക്വസ്റ്റ്യൻ പറഞ്ഞു ഗുഡ് വിൽ കൊണ്ടുവന്നു. അതേപോലെ വരെ എന്ത് ചെയ്തു, വിഡ്രോ ചെയ്തു അല്ലേ. ഗുഡ് വിൽ എത്രയാണ് 10,000 ആണ് ഗുഡ് വിൽ. എവിടെ വരെ
ഗുഡ് വിൽ നമ്മൾ കണ്ടത് 10,000 അല്ലേ, ഈ 10,000 സാക്രിഫൈസിങ് റേഷ്യോ 1:1, രണ്ടുപേരും ഈക്വൽ അല്ലേ. സോ ഗുഡ് വിൽ എത്രയാണ്? 5,000 എഡ്വിനുണ്ടാകും, 5,000 എന്തുണ്ടാകും നമ്മുടെ ആർക്കുണ്ടാകും? ഏക്കുണ്ടാകും. സോ ബൈ ഗുഡ് വിൽ അല്ല കൊടുക്കേണ്ടത്, എന്ത് ചെയ്യണം? ബൈ ക്യാഷ് എന്ന് കൊടുക്കാം. എന്താണ്? ബൈ ക്യാഷ്. ബൈ ക്യാഷ് എന്താ? ക്യാഷ് ആയിട്ടല്ലേ ഗുഡ് വിൽ കൊണ്ടുവന്നത്, ആ ക്യാഷ് എന്തെയും എവിടേക്ക് വരും. ഇനി ഈ ഗുഡ് വിൽ ഇവരെന്ത് ചെയ്തു? ഇവരെ ക്യാപിറ്റൽ അക്കൗണ്ട് വിഡ്രോ ചെയ്തു, അടുത്ത് ഒഴിവാക്കിയല്ലേ. സോ എന്ത് ചെയ്യണം? അതേ ഗുഡ് വിൽ ടു ക്യാഷ് എത്രയാണ്? 5,000. അവരെന്ത് ചെയ്തു? ആ കൊണ്ടുവന്ന ഗുഡ് വിൽ എന്ത് ചെയ്തു? അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് വന്നു, ആ വന്ന അതേപോലെ അവരെന്ത് ചെയ്തു? ക്യാഷ് ആയിട്ട് കൊണ്ടുപോയി. നമ്മുടെ പുതിയ ജെറിൻ എന്ത് ചെയ്തു? 10,000 കൊണ്ടുവന്നു, അത് എഡിനും ഏബലിനും ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് കൊണ്ടുവന്നു, അല്ലെ ക്യാഷ് ആയിട്ട് കൊണ്ടുവന്നു. അത് ആ ക്യാപിറ്റൽ അക്കൗണ്ട് അതേപോലെ ക്യാഷ് ആയിട്ട് ഇവർ എന്ത് ചെയ്തു? വിഡ്രോ ചെയ്യുകയും ചെയ്തു. ക്വസ്റ്റ്യൻ പ്രത്യേകം പറഞ്ഞത് എന്താണ്? ദ ഫുൾ എമൗണ്ട് ഓഫ് ഗുഡ് വിൽ ഷുഡ് ബി വിഡ്രോൺ ബൈ ഓൾഡ് പാർട്ണർ. ഓൾഡ് പാർട്ണർ എന്ത് ചെയ്തു? ഗുഡ് വിൽ ഫുൾ എമൗണ്ട് വിഡ്രോ ചെയ്തു. ഇനി റീവാലുവേഷൻ്റെ ലോസ് ഇല്ലേ, 1714 1280. സോ 1714 1280 എന്താണ്? ടു റീവാലുവേഷൻ. എന്താണ്? ടു റീവാലുവേഷൻ. ഇതാണ് എന്ത്? നമ്മുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ആകെ ഉള്ളത്. ജസ്റ്റ് ഈ ഐറ്റംസ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ? റെക്കോർഡ് ചെയ്യണം. വേറെ ഒരു ഐറ്റംസും ഇല്ല. നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ ചെയ്യാം, എന്നിട്ട് ബാലൻസ് ചെയ്യാം. ഈ സൈഡ് 40,000, ഈ സൈഡ് എത്രയാണ്? 25 5,000 30,000, ഈ സൈഡ് 35,000 40,000. ഇനി എന്ത് ചെയ്യണം? ഈ സൈഡ് നമുക്ക് ചെയ്യാം 40,000 30,000. അയ്യോ മാറിപ്പോയോ, 40,000 ഇവിടെ അല്ലേ വരിക? 40,000 30,000 40,000. ഇനി എന്ത് ചെയ്യണം? നമുക്ക് ബാലൻസ് ചെയ്യണ്ടേ. സോ ബാലൻസ് ചെയ്യണമെങ്കിൽ നോക്കാം. ബാലൻസ് ചെയ്യണം 30,000 40,000. സോ നോക്കാം. 30,000 5,280 മൈനസ് ചെയ്യണം. 5,280 അല്ല 5,286 എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. സോ 5,000 6,000 മൈനസ് ചെയ്യുമ്പോൾ 34,000 33,714 ഉണ്ടാകും. ഇത് മൈനസ് ചെയ്യുമ്പോൾ എത്ര ഉണ്ടാകും? 1,714 അല്ലേ. സോ 5,000 മൈനസ് ചെയ്യുമ്പോൾ 35,000 എന്ന് പറയുമ്പം 30 അല്ല, ഇത് 23,000 ആണ്. ഇത് 7 മൈനസ് ചെയ്യുമ്പം 3,000 33,214 എന്ന് പറയുമ്പം 286 ഉണ്ടാകും. 33,286. സോ നോക്കാം, ടോട്ടൽ കറക്റ്റ് അല്ലേ? 33,286 23,714. സോ രണ്ടും റെഡിയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. എന്താ? ന്യൂ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. ഇതുകൊണ്ട് 8 മാർക്കിൻ്റെ വലിയ ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ച് ചെയ്താൽ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മാർക്ക് വാങ്ങാൻ പറ്റും. വലിയ ഡിഫിക്കൽട്ട് ഒന്നുമില്ല ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല. ബാലൻസ് ഷീറ്റ് ഓൺ അഡ്മിഷൻ ഓഫ് ജെറിൻ്റെ അഡ്മിഷൻ്റെ സമയത്ത് നമുക്ക് പ്രിപ്പയർ ചെയ്യുന്ന ന്യൂ ബാലൻസ് ഷീറ്റാണ്. ഈ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി എമൗണ്ട്, അസറ്റ് എമൗണ്ട്, ഇവിടെ ഫസ്റ്റ് ക്യാഷ് അറ്റ് ബാങ്ക്. ക്യാഷിൻ്റെ പ്രത്യേകത എന്താ? ക്യാഷ് ഓപ്പണിംഗ് 3,000. ഈ 3,000ലേക്ക് എന്ത് ചെയ്തു? പുതുതായിട്ട് 40,000 കൊണ്ടുവന്നു. അപ്പോൾ 43,000. പിന്നെ 35,000 10,000 ഗുഡ് വിൽ കൊണ്ടുവന്നു. ആ ഗുഡ് വിൽ വിഡ്രോ ചെയ്തു. അപ്പോൾ 10,000 വന്നു പോയി ചെയ്തു. അപ്പോൾ ഈ 10,000 ആഡ് ചെയ്യണ്ട. അപ്പം 3,000 പ്ലസ് 40,000 എത്ര ഉണ്ടാകും? 43,000 ഉണ്ടാകും. എത്ര? 43,000. 3,000 പ്ലസ് എന്ത്? നമ്മുടെ ക്യാപിറ്റലും. പിന്നെ ബാങ്കിൽ മാറ്റമല്ല 4,000, ഡെപ്റ്റർ മാറ്റമല്ല 25,000, സ്റ്റോക്ക് മാറ്റമല്ല 45,000. 4,000 25,000 45,000 4,000 25,000 എത്രയാണ്? 45,000 സ്റ്റോക്ക്, ഡെപ്റ്റർ, സ്റ്റോക്ക്. ഇനിയുള്ളത് ഫർണിച്ചറാണ്. ഫർണിച്ചർ 5,000 കുറയ്ക്കണ്ടേ? 20,000 5,000 കുറയ്ക്കണം. ഓൾറെഡി ഉള്ളത് എത്രയുള്ളത്? 20,000 ഫർണിച്ചർ. ആ 20,000 5,000 കുറയ്ക്കണം. സോ 15,000. 20,000 മൈനസ് 5,000 ഈക്വൽ ടു 15,000 ഡെപ്റ്റർ, സ്റ്റോക്ക്. ഓക്കെ. നെക്സ്റ്റ് ക്രെഡിറ്റർ 37 ഉണ്ട്. അത് 2,000 കുറയ്ക്കണ്ടേ? സോ 35,000. സോ ക്രെഡിറ്റർ എത്രയാണ്? ക്രെഡിറ്റർ 35,000. ഇനി എന്താ ഉള്ളത്? ഇനി ക്യാപിറ്റൽ അക്കൗണ്ട് ആരൊക്കെയാണ്? എഡിന്, ഏബല്, ജെറി അല്ലേ. എഡിൻ്റെ എത്രയാണ്? 33,286. എഡിൻ്റെത് 23,714. ഇത് എത്ര ഉണ്ടാവും? 50 55. ഇതെത്ര? 10 0 0
0.7 5 57 ഇതെത്ര ഉണ്ടാവും 40,000 അല്ലെ 40,000 സോ 97,000 എത്ര ഉണ്ട് 97,000 ഇതാണ് എന്ത് നമ്മുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലെ ടോട്ടൽ സോ 97,000 35,000 കൂട്ടുമ്പോൾ എത്ര വരും 1,2,000 1,32,000 വരും എത്ര 1,32,000 ഈ സൈഡ് നോക്കാം എത്ര ടോട്ടൽ വരുന്നത് 43 40 83 83 25 1,08,000 1,18,000 1,48,000 1,53,000 1,63,000 5000 ഉണ്ട് 6,68,000 1,70,000 മാറിപ്പോയല്ലോ 40 ഇവിടെ ഡെപ്റ്റർ എത്ര വരുന്നത് നോക്കട്ടെ ഡെപ്റ്റർ 25,000 സോ ഇതൊന്ന് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഡെപ്റ്റർ എത്രയുള്ളത് 25,000 43,000 4,000 47,000 47,000 പ്ലസ് 5,000 52,000 72,000 77,000 77 10 77 40 1,17,000 1,27,000 1,32,000 1,32,000 കണ്ടോ രണ്ട് സൈഡും ഈക്വലായി ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ജേണൽ എൻട്രീസ് ഉണ്ടാകും ആ ജേണൽ എൻട്രീസ് ചിലപ്പോൾ ചോദിക്കുള്ളൂ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് സാധാരണ എക്സാമിന് ചോദിക്കാറില്ല പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മറ്റൊരു പോർഷൻ എന്താണെന്ന് വെച്ചാൽ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് അല്ലെങ്കിൽ പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് P&L ക്രെഡിറ്റ് അല്ല ഡെബിറ്റ് ബാലൻസ് എന്താ ഡെബിറ്റ് ബാലൻസ് പറഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് പറഞ്ഞാൽ പ്രോഫിറ്റാണ് അല്ലെങ്കിൽ ഡെബിറ്റ് ബാലൻസ് പറഞ്ഞാൽ അത് ലോസാണ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഒരു 20,000 ഉണ്ട് എത്ര 20,000 ഉണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ഒരു 10,000 ഉണ്ട് ഇവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 1:1 ആണെന്നിരിക്കാം 1:1 ആണെന്നിരിക്കാം എയും ബിയും ആണ് പാർട്ട്നേഴ്സ് ഉള്ളത് എയും ബിയും ആണ് സോ അങ്ങനെ ആണെങ്കിൽ എന്താണ് ഇത് റൈറ്റ് ഓഫ് ചെയ്യൽ എങ്ങനെ സിമ്പിളാണ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ജനറൽ റിസർവ് അക്കൗണ്ട് ഡെബിറ്റ് ടു എ ടു ബി എ ക്യാപിറ്റൽ ബി ക്യാപിറ്റൽ എത്രയാണ് 20,000 അതിനെ രണ്ടാൾക്ക് ഈക്വൽ ആയിട്ടല്ലേ കൊടുക്കുക 10,000 ഓക്കെ ഇനി നെക്സ്റ്റ് ഇത് ലോസ് അല്ലേ സോ എന്താ പറയുക എ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ബി ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു P&L അക്കൗണ്ട് 10,000 അല്ലേ ഉള്ളത് 10,000 വീതിച്ചെടുക്കുമ്പം 5,000 സോ ഇതും ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറ് അതുകൊണ്ടാണ് ഞാൻ എക്സ്ട്രാ പറഞ്ഞെന്നുള്ളത് ഓക്കെ അല്ലേ സോ ഫൈനൽ അക്കൗണ്ട്സിൻ്റെ ക്വസ്റ്റ്യൻ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ന്യൂ റേഷ്യോ കാണാനുള്ളത് സാക്രിഫൈസിങ് റേഷ്യോ കാണാനുള്ളത് ചെയ്തു പിന്നെന്ത് കണ്ടു നമ്മുടെ ഗുഡ്വില്ലിൻ്റെ കാൽക്കുലേഷനും ഗുഡ്വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റും ചെയ്തു ഗുഡ്വില്ലിൻ്റെ കാൽക്കുലേഷൻ സൂപ്പർ പ്രോഫിറ്റും അതുപോലെ തന്നെ ക്യാപിറ്റലൈസേഷൻ മെത്തേഡും സെറ്റായി ചെയ്തു സെറ്റല്ലേ ഓക്കെ ഫൈനല്ലേ അപ്പോൾ നന്നായിട്ട് പഠിക്കുക മക്കളെ ഓൾ ദ ബെസ്റ്റ്